അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആസിയ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിട്ട് ഹിന്ദു മതത്തിലേക്ക് ചേർന്ന വിവരം നാം കണ്ടു. ആസിയ എന്തുകൊണ്ട് ഈ പരിശുദ്ധ ദീനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചു എന്നതിൻ്റെ ചോദ്യത്തിന് ആസിയ പറഞ്ഞ മറുപടിയാണ് ഞാൻ ഇസ്ലാം വിടാനുണ്ടായ കാരണം. ആസിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആസിയ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഇസ്ലാമിന് എന്തോ ഒരു വലിയ നഷ്ടം സംഭവിക്കുമെന്ന് ചില ആൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനൊരു കോട്ടവുമില്ല. പിന്നെ ഇസ്ലാമിന് തന്നെ നിലകൊണ്ടത് കൊണ്ടോ എന്തെങ്കിലും ലാഭമുണ്ടോ? അതുമില്ല. ഇസ്ലാമിന് നിലകൊള്ളൽ കൊണ്ട് ലാഭം അവരവർക്കാണ്, പുറത്തു പോയാൽ നഷ്ടം അവർക്കാണ്. അത് അവരവർക്കാണ്. അവർക്ക് ഏത് മതം വിശ്വസിച്ച് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. അവരവരുടെ ഇഷ്ടം പോലെ അവർക്ക് സ്വീകരിക്കാം. രണ്ട് കാരണം പറയുന്നുണ്ട്. ഒരു കാരണം ദീൻ വിടാൻ കാരണം ഒന്ന് ജമാഅത്ത് കമ്മിറ്റിക്കാരാണ് നമ്മുടെ നാട്ടിലെ. കാരണം അവർ എന്നെ പുറത്താക്കി എന്നാണ്, എന്നെ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്താക്കിയെന്ന്. ആസിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഒരു കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒരു മഹല്ലത്തിനോ അത് സാധ്യമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ വിധിവിധാനങ്ങളെ ധാർഷ്ട്യത്തോടെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വമേധി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ദീൻ പറഞ്ഞനുസരിച്ച് ജീവിക്കും. നീ മുസ്ലിമാണ്, അതുകൊണ്ട് നിന്നെ ആർക്കും പുറത്താക്കാനോ അകത്ത് കയറ്റാനോ ആരും കൂടെ സ്വാതന്ത്ര്യം അവരവരുടെ അവകാശമാണ്. മുസ്ലിമായ പേരുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഫർദ ധരിച്ചത് കൊണ്ടോ ഒരാൾ മുസ്ലിം ആവുകയില്ല. പരിശുദ്ധമായ ദീൻ ഇസ്ലാം അവൻ്റെ വിശ്വാസം ആചാരങ്ങളാണ്. ജനങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ ദീനിനെ ആചരിച്ചുകൊണ്ട് പിന്നെ വേണ്ടതുപോലെ തോന്നിയതുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ദീനിലുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ അവർക്ക് സ്വയം തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒരാളെയും പുറത്താക്കാൻ ആവില്ല. പിന്നെ ജമാഅത്ത് കമ്മിറ്റി ചില തീരുമാനങ്ങൾ നിലപാടെടുക്കും, ജമാഅത്ത് നിന്ന് പുറത്താക്കും. ഒരാൾ ജമാഅത്ത് നിന്ന് പുറത്താക്കിയാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല, അത് ആ ജമാഅത്ത് നിന്ന് പുറത്താണ്. ആ ജമാഅത്തിലൊരു നിയമം ഉണ്ടാകും. ആ നിയമം അനുസരിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ജമാഅത്ത് പുറത്താക്കും. അത് ജമാഅത്ത് നിന്ന് പുറത്തു പോയി എന്നല്ലാതെ ദീനിന് പുറത്തു പോകലല്ല. ജമാഅത്ത് കമ്മിറ്റി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവൾ പറയുന്നു ഞാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി, എൻ്റെ ശരീരഭാഗങ്ങൾ കാണിക്കേണ്ട സമയത്ത് കാണിച്ചപ്പോൾ ചെറിയൊരു കാരണം കൊണ്ട് എന്നെ പുറത്താക്കി എന്നതാണ്. ഒരു മഹല്ലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തേതായ നിയമങ്ങളുണ്ടാവും. അതനുസരിക്കാതെ കണ്ട് ജീവിക്കും, പുറത്താക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മറ്റുള്ളവർ അതുപോലെ മാതൃകയാക്കി പിന്നെ അവിടെ ഒരു മഹല്ല് ജമാഅത്ത്, ഒരു കമ്മിറ്റി അതിനൊരു വിലയില്ലാതെയാകും. അതുകൊണ്ട് ആ ജമാഅത്ത് കമ്മിറ്റിക്ക് ബിഗ് സല്യൂട്ട്. അത് അവർ പുറത്താക്കൽ കൊണ്ട് പരിശുദ്ധ ദീൻ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണം ഫർദ ധരിച്ചുകൊണ്ട് ശരീരത്തിനെ വെളിയിൽ കാട്ടാതെ ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. എൻ്റെ ശരീരഭാഗങ്ങൾ എല്ലാവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം, അതിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, നല്ല കഥയാണ്. അതിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇപ്പം തന്നെ എല്ലാ മതത്തിൽ അതിലേറെ അത്ഭുതം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലേക്ക് ചേർന്നപ്പോൾ നല്ലവരായ ഹൈന്ദവ സഹോദരന്മാരും പോലും ആർക്കും എപ്പോഴും കയറി കൂടാനുള്ള മതമല്ല നമ്മുടെ മതം, എല്ലാവർക്കും കയറാനുള്ള മതമല്ല നമ്മുടെ മതം, തുണി ഊരാൻ സ്വാതന്ത്ര്യം നൽകുന്ന മതമല്ല നമ്മുടെ മതം. ഏത് രീതിയിലും ജീവിച്ച് തൻ്റെ ശരീരഭാഗങ്ങൾ കാട്ടി ജീവിക്കാൻ, തനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള മതമല്ല ഹിന്ദുമതം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവർ തന്നെ അവൾക്കെതിരെ രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ മതം മാറി നില നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതവരവരുടെ സ്വാതന്ത്ര്യമാണ്, അവരവർക്ക് ചെയ്യാം. അതിന് പകരമായി പരിശുദ്ധമായ ദീനിനെ
എതിർത്തുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് ദീനിനെ അവഗണിച്ചുകൊണ്ട് ഉള്ള സംസാരമാണെങ്കിൽ അത് കുറച്ചും കൂടി വൈറലാകാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ടല്ല അമ്പലത്തിൽ പോകുമ്പോൾ തട്ടമിട്ട് പോകുന്നത്. മറ്റൊരു പെൺകുട്ടി നാം കണ്ടല്ലോ, തട്ടമിട്ട് പോകുന്നു. തട്ടമിടാതെ പോയാൽ അവിടെ റീച്ച് കൂടില്ല. റീച്ച് കൂടണമെങ്കിൽ, അത് വൈറലാകണമെങ്കിൽ തലയിൽ തട്ടണിഞ്ഞു പോകണം. അതൊക്കെ പഠിച്ചവരാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി മടി കാണിക്കാത്തവർ. എന്ത് വേണമെങ്കിലും ചെയ്തവരെ ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കുക, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അവരവർക്ക് അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാം, മതത്തിന് പുറത്തു പോയി ജീവിക്കാം, മതമില്ലാതെ നിരീശ്വരമായി എങ്ങനെ യുക്തിവാദികളായി എങ്ങനെയും ജീവിക്കാം. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിന് പകരമായി ഞാൻ ഇസ്ലാമിന് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓരോ മതത്തിന് അതത് മതത്തിൻ്റെ നിയമങ്ങളുണ്ട്. ആ പരിശുദ്ധമായ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവൻ അവൻ ആരായാലും അവൻ മുസ്ലിമാണ്. അവന് ജമാഅത്ത് കമ്മിറ്റിയുള്ള ഒരു മഹല്ലല്ല, പിന്നെ രാജ്യത്തും തന്നെ പുറത്താക്കിയാലും അവൻ മുസ്ലിമാണ്. ഹൈന്ദവ മതത്തിനും ഏത് മതത്തിനും അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ആ മതത്തിൽപ്പെട്ടവരാണ്. കേവലം ഒരു പേര് കൊണ്ടോ അല്ല ഫർദ ധരിച്ചതുകൊണ്ടോ അല്ല വെള്ള വസ്ത്രം ധരിച്ചതുകൊണ്ടോ തലപ്പാവ് ധരിച്ചതുകൊണ്ടോ ആരും മുഅ്മിനാവുകയില്ല, ആരും മുസ്ലിം ആവുകയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് ദീനൊന്നും സംഭവിക്കാറുമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഇസ്ലാമിന് പ്രത്യേകിച്ചൊരു ലാഭം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ദീനിന് പുറത്തു പോകുമ്പോൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് പോകാം. എന്നാൽ പരിശുദ്ധമായ ദീനിനെ അവഹേളിക്കുന്ന, ദീനിൻ്റെ വിഷയങ്ങളെ പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ നിസ്സാരമായി കൊണ്ട് ദീനിനെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം അതൊരിക്കലും പാടില്ലാത്തതാണ്. പലരുമുണ്ട്, എന്ത് ചോദിച്ചാലും അവർക്ക് തോന്നിയത് പറയും. ദീനിന് സ്വാതന്ത്ര്യമില്ല, ദീനിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ നാം തിരിച്ചു പോകുന്ന ആ രീതിയിലാണ് അവർ സംസാരശൈലി. തനിക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് എന്നെ ഇസ്ലാമെന്ന് പുറത്താക്കിയെന്നാണ് പറയുക. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത് ആസിയക്ക്. ഇന്ന് ഹൈന്ദവർക്ക് പോലും വേണ്ട, അവരും പുറത്താക്കി. കാരണം അവർക്ക് ആവശ്യമില്ല. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടി ഹിന്ദു മതത്തിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ആ മതത്തെ അതൊരു അവഹേളിക്കലാണ്, ആ മതത്തെ നിസ്സാരമായി കാണലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.